നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തെ ആശങ്കയിലാക്കി വീണ്ടും യുദ്ധസന്നാഹം. ഇറാനിൽ വൻ ആക്രമണം നടത്തി ഇസ്രായേൽ. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഇസ്രായേൽ വലിയൊരു പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. ഏത് നിമിഷം ഒരു യുദ്ധം സംഭവിക്കാമെന്നുള്ള സൂചനകളും ഒക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് സംഭവിച്ചിരിക്കുകയാണ്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിരവധി ഇടങ്ങളിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബോംബാക്രമണങ്ങൾ നടത്തിയെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇസ്രായേൽ എയർഫോഴ്സ് വിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആദ്യ ആക്രമണം. ഇറാനെതിരെ നടന്ന ആക്രമണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ റൈസിംഗ് ലയണാണ് ഇറാനെതിരെ നടക്കുന്നതെന്നും ഇസ്രായേൽ മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളാണ് മുന്നറിയിപ്പ് നൽകിയത്. ഇതിന് പിന്നാലെയാണ് ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതും. ആക്രമണത്തോട് ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. കുറച്ച് വർഷങ്ങളായിട്ട് മേഖലയിലൊക്കെ തന്നെ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇസ്രായേൽ വീണ്ടും വലിയ രീതിയിലുള്ള ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഇറാനിൽ ഇസ്രായേൽ ആക്രമണം ഉണ്ടാകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റിലുള്ള നയതന്ത്ര പ്രതിനിധികളെ ഭാഗികമായി പിൻവലിക്കാനും അമേരിക്ക തയ്യാറെടുത്തിരുന്നു. പ്രാദേശിക സുരക്ഷാ ആശങ്കകൾ ഉയരുന്നതിനാൽ ഇറാഖിലെ എംബസിയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ ഉടനീളമുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്നും US ഉദ്യോഗസ്ഥരുടെ ആശ്രിതർക്ക് തിരിച്ചുവരാൻ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അനുവാദം നൽകി. ഇറാനുമായി ആണവ കരാർ പ്രതീക്ഷകൾ മങ്ങുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആശങ്ക പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് സുരക്ഷാ അന്തരീക്ഷം ഉയർന്നത്. സ്വദേശത്തും വിദേശത്തും അമേരിക്കക്കാരെ സുരക്ഷിതരായി നിലനിർത്തുക എന്ന പ്രതിജ്ഞാബദ്ധതയുടെ അടിസ്ഥാനത്തിലാണ് ബാഗ്ദാദിലെ US എംബസിയിൽ നിന്ന് അത്യാവശ്യമില്ലാത്ത എല്ലാ ഉദ്യോഗസ്ഥരെയും തിരിച്ചുവരാൻ ഉത്തരവിട്ടതെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ പ്രദേശം അപകടകരമായ സ്ഥലമാകാൻ സാധ്യതയുള്ളതിനാൽ ജീവനക്കാരെ മാറ്റാനുള്ള ഉത്തരവ് നൽകിയിട്ടുണ്ടെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു. സമീപ മാസങ്ങളിൽ അമേരിക്കയുടെ സമ്മതമില്ലാതെ ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ തീരുമാനിച്ചേക്കുമെന്ന് നേരത്തെ US ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അത്തരമൊരു നീക്കം ട്രംപ് ഭരണകൂടത്തിന്റെ സൂക്ഷ്മമായ ആണവ ചർച്ചകളെ മിക്കവാറും അട്ടിമറിക്കുകയും മേഖലയിലെ US ആസ്തികൾക്ക് നേരെ ഇറാന്റെ പ്രതികാര നടപടിക്ക് പ്രേരിപ്പിക്കുകയും ചെയ്തേക്കുമെന്ന മുന്നറിയിപ്പിലാണ് അമേരിക്കൻ നടപടി. സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാൽ മേഖലയിലെ US താവളങ്ങൾ ലക്ഷ്യമിടുമെന്ന് നേരത്തെ ഇറാൻ പ്രതിരോധ മന്ത്രി അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനിൽ യുദ്ധം അടിച്ചേൽപ്പിച്ചാൽ കൂടുതൽ നഷ്ടം അമേരിക്കയ്ക്കായിരിക്കും എന്നതിൽ സംശയമില്ല. ടെഹ്റാനിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിനിടെ ബ്രിഗേഡിയർ ജനറൽ അസീസ് നസീർസാദെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അതിനിടെ ആണവ സുരക്ഷാ ചട്ടങ്ങൾ ഇറാൻ പാലിക്കുന്നില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി കുറ്റപ്പെടുത്തിയിരുന്നു. ഏജൻസി ബോർഡ് ഗവർണർമാരുടെ യോഗത്തിൽ അവതരിപ്പിച്ച പ്രമേയമാണ് ഇക്കാര്യം ആരോപിച്ചത്. US, UK, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളാണ് ഇറാനെതിരെ പ്രമേയം അവതരിപ്പിച്ചത്. രഹസ്യ ആണവ കേന്ദ്രങ്ങളെക്കുറിച്ചും യുറേനിയം സമ്പുഷ്ടീകരണത്തെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി ഇറാൻ ഉടൻ നൽകണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. 19 രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചു. റഷ്യയും ചൈനയും ബുർക്കിന ഫാസോയും എതിർത്തു. IAEAയുടെ രഹസ്യ വോട്ടെടുപ്പിൽ നിന്ന് 11 രാജ്യങ്ങൾ വിട്ടുനിന്നു. അതേസമയം സുരക്ഷിതമായ കേന്ദ്രത്തിൽ പുതിയ യുറേനിയം സമ്പുഷ്ടീകരണം ആരംഭിക്കുമെന്ന് വോട്ടെടുപ്പിന് പിന്നാലെ ഇറാൻ പ്രതികരിച്ചു. മറ്റ് നടപടികൾ ആലോചിക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയ പ്രമേയത്തിന് മറുപടി നൽകുകയല്ലാതെ ഇറാന് മറ്റു മാർഗമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയവും ആണവോർജ്ജ ഓർഗനൈസേഷനും പുറത്തുവിട്ട സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. കാലങ്ങളായി ഇസ്രായേലിനെ തകർക്കണമെന്ന ഉദ്ദേശ്യവുമായി ഇറാനിയൻ ഭരണകൂടം മുന്നോട്ട് പോവുകയായിരുന്നു. ഇറാൻ ആണവായുധങ്ങൾ കൂടുതലായി നിർമ്മിക്കുന്നുവെന്ന് ഞങ്ങളുടെ ഇന്റലിജൻസ് വിഭാഗം കഴിഞ്ഞ മാസം കണ്ടെത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി നിരവധി ആണവ പ്ലാന്റുകളും അവർ നിർമ്മിച്ചു. ഇന്ന് പുലർച്ചെയോടെയാണ് IDF പ്രിസസീവ് ആക്രമണം ഇറാനെതിരെ നടത്തി. ആണവായുധ നിർമ്മാണത്തിൽ നിന്ന് ഇറാനെ തടയുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഭീഷണിക്കെതിരെയാണ് ഞങ്ങൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതല്ലാതെ മറ്റു മാർഗവും ഞങ്ങളുടെ മുന്നിലില്ല. ലോകത്തിനും പ്രത്യേകിച്ച് ഇസ്രായേലിന് ഭീഷണിയായേക്കാവുന്ന ആണവായുധ നിർമ്മാണത്തിൽ ഇറാനെ പിന്തിരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഓപ്പറേഷൻ പ്രതിരോധത്തിനായാണ്, ഞങ്ങളുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയാണ്. IDF വലിയ തയ്യാറെടുപ്പാണ് ആക്രമണത്തിന് വേണ്ടി നടത്തിയത്. പ്രതിരോധത്തിന് വേണ്ടിയുള്ള നടപടികളും IDFന്റെ ഭാഗത്തു നിന്ന് എടുത്തിട്ടുണ്ടെന്നും IDF വക്താവ് സമൂഹ മാധ്യമമായ Xലൂടെ അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ ഇറാനിൽ സ്ഫോടനങ്ങൾ കേട്ടതായും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ റൈസിംഗ് ലൈനിന് പകരമായി ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടായേക്കുമെന്ന് സൂചനയുണ്ട്. തങ്ങളുടെ ആക്രമണം ഇറാനിലെ ജനതയ്ക്ക് നേരെയല്ലെന്നും ഇറാനിലെ ഏകാധിപത്യ സർക്കാരിനെതിരെയാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. ഓപ്പറേഷൻ തുടരുമെന്നും വരും ദിവസങ്ങളിൽ ആക്രമണം വ്യാപകമാക്കുമെന്നും നെതന്യാഹു അറിയിച്ചിട്ടുണ്ട്.
ടെഹ്റാൻ ആക്രമണത്തിന് പിന്നാലെ ഇറാഖ് തങ്ങളുടെ വ്യോമപാത അടച്ചു. ഇറാന്റെ ആണവ സംവിധാനമായി നടാൻസ് ആണവ പ്ലാന്റും ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യയിൽ കഴിഞ്ഞ മാസത്തെ റീറ്റെയിൽ പണപ്പെരുപ്പം 6 വർഷത്തെ താഴ്ചയിലേക്ക് ഇടിഞ്ഞെന്ന പോസിറ്റീവ് വാർത്തകൾക്കിടയിലും നിക്ഷേപകരെ ആശങ്കപ്പെടുത്തിക്കൊണ്ട് പ്രതികൂല ഘടകങ്ങളുടെ പെരുമഴ പെയ്ത്താണ്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ തന്നെ അതും ആണവ കേന്ദ്രങ്ങളിൽ വരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതോടെ മധ്യേഷ്യ വീണ്ടും യുദ്ധ കലുഷിതമായിരിക്കുകയാണ്. തിരിച്ചടിക്കുമെന്ന് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യാന്തര വിപണിയിൽ സ്വർണം, ക്രൂഡ് ഓയിൽ വിലകൾ കത്തിക്കയറി. രാജ്യാന്തര സ്വർണ്ണവില ഔൺസിന് ഒറ്റയടിക്ക് $102 ഉയർന്ന് $3429 വരെ എത്തി. ഓരോ ഡോളർ ഉയരുമ്പോഴും കേരളത്തിൽ ഗ്രാമിന് $2 ശരാശരി കൂടാമെന്നിരിക്കെ ഇന്ന് പവൻ വിലയിൽ $1000 വർധനവ് പ്രതീക്ഷിക്കാം. പ്രധാന ക്രൂഡ് ഓയിൽ ഉൽപാദന രാജ്യമായ ഇറാനാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിന് ഇരയായത് എന്നതിനാൽ രാജ്യാന്തര വിപണിയിലേക്കുള്ള ക്രൂഡ് ഓയിൽ വിതരണം തടസ്സപ്പെടുമെന്ന ആശങ്ക കനത്തു. മാത്രമല്ല, ഗൾഫ് മേഖലയിൽ നിന്ന് എണ്ണ വിതരണം പ്രധാനമായി നടക്കുന്നത് ഇറാന് സമീപത്തു കൂടിയാണ് എന്നതും ആശങ്ക കൂട്ടുന്നു. ഇതോടെ ക്രൂഡ് ഓയിൽ വിലയും കത്തിക്കയറി. WTI ക്രൂഡ് വില ബാരലിന് 8% മുന്നേറി $73.48 ബ്രന്റ് വില 7.67% ഉയർന്ന് $74.68. ക്രൂഡ് സ്വർണ്ണ വിലകളിൽ ഒറ്റ ദിവസം ഇത്രയും വില കൂടുന്നത് സമീപ ആഴ്ചകൾക്കിടെ ഇത് ആദ്യമാണ്. മാത്രമല്ല, ഉപഭോഗത്തിന്റെ 85 മുതൽ 90% ക്രൂഡ് ഓയിലും ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യക്ക് ഈ വില വർധന കനത്ത തിരിച്ചടിയാകും. ഇന്ത്യയിൽ ഇന്ധനവിലയും അതിന്റെ ചുവട് പിടിച്ച അവശ്യ വസ്തുക്കളുടെ വിലയും പണപ്പെരുപ്പവും കൂടാൻ ഇതിനിടയാക്കും. കറന്റ് അക്കൗണ്ട് വ്യാപാര കമ്മികളും കൂടും. ഗിഫ്റ്റ് നിഫ്റ്റി നഷ്ടത്തിലാണ് വ്യാപാരം ചെയ്തതെന്നത് സെൻസെക്സ് നിഫ്റ്റിയും ഇന്ന് ഇടിവോടെ വ്യാപാരം ആരംഭിക്കുമെന്ന സൂചനയും നൽകുന്നു. പണപ്പെരുപ്പം കുത്തനെ കുറഞ്ഞത് ആശ്വാസമാണെങ്കിലും ഇറാൻ ഇസ്രായേൽ സംഘർഷം, ക്രൂഡ് വിലക്കുതിപ്പ്, ചൈന US ചർച്ചയിൽ ആഗോള സമ്പദ് മേഖലയ്ക്ക് ഗുണം ചെയ്യും വിധം കാര്യമായ പുരോഗതി ഇല്ലാത്തത് എന്നീ ഘടകങ്ങൾ നിക്ഷേപകരെ തളർത്തും. ഏതായാലും വീണ്ടും ഒരു സംഘർഷാവസ്ഥയിലേക്കാണ് മധ്യേഷ്യ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു അറ്റാക്കാണ് ഇറാനിലോട്ട് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ഇനി ഇറാൻ തിരിച്ചടിക്കുമെന്ന് സൂചന നൽകിയിട്ടുണ്ട്. പക്ഷെ അത് എപ്പോൾ, എങ്ങനെ, ഏത് രീതിയിലായിരിക്കും എന്നുള്ളതിനാൽ തന്നെ ഇസ്രായേൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. അടിയന്തരാവസ്ഥയാണ് രാജ്യത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത്.